അപ്പോൾ പായസമൊക്കെ റെഡിയാക്കി ഞാൻ വിളമ്പി വെച്ചിട്ടുണ്ട്. ഇനി എല്ലാവരും കഴിക്കാൻ വരണം. നമുക്കിന്നൊരു സ്പെഷ്യൽ പായസം വയ്ക്കാം. സാധാരണ എല്ലാവരും കടലപ്പരിപ്പ് പായസം വയ്ക്കും, ചിലർ ചെറുപയർ പായസം വയ്ക്കും. നമുക്കിന്ന് അത് രണ്ടും കൂടെ മിക്സ് ആക്കിക്കൊണ്ടുള്ള ഒരു അതിരുചികരമായ ഒരു പായസം വയ്ക്കാം. നമുക്ക് അതിനായിട്ട് 1/2 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കപ്പിന് ഇത്രയും കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അത്രയും തന്നെ ചെറുപയറും എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആദ്യം ഇത് രണ്ടും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് ഈ ശർക്കര ഉരുക്കാനും വയ്ക്കാം. കടല തോമര നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ചൂടോടെ തന്നെ ഇച്ചിരി കട്ടിയുള്ള ഒരു തവി എന്തെങ്കിലും എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. നമുക്ക് ചൂടോടെ ആകുമ്പോൾ നന്നായിട്ട് ഉടഞ്ഞു വരും. ഇത് ഞാൻ വീട്ടിൽ തന്നെ എടുത്ത നെയ്യാണ്. ഈ ഒരു കുപ്പിയിലെ നെയ്യുണ്ട്. ഇത് ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് വീട്ടിൽ നെയ്യ് എടുക്കുന്നതെന്ന്. ഇത് ഞാൻ വീട്ടിൽ തന്നെ എടുത്ത നെയ്യാണ്. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല പയർ അതിലേക്ക് ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റുകയാണ്. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ശർക്കര ഉരുക്കിയതും കൂടെ ചേർക്കാം. ഒരു 2 സ്പൂൺ ചവ്വരി വേവിച്ചതും കൂടെ ഇതിനകത്തേക്ക് ഇടുക. ഇപ്പോൾ ഏതാണ്ട് നമ്മൾ ഒഴിച്ച പാലിൻ്റെ വെള്ളവും വറ്റിത്തുടങ്ങി, ഇനി പരുവമായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് 1-ാം പാലൊഴിച്ച് ശരിയാക്കാം. 1-ാം പാൽ ഒഴിക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ അല്പം ജീരകവും ഏലക്കായും കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് ചേർക്കാം. ഇനി 1-ാം പാൽ ചേർക്കാം. അപ്പം ഞാൻ ചെറിയ തീയിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇതൊന്ന് മിക്സ് ആയാൽ മതി, ഇളക്കിയൊന്നും വേണ്ട. നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നത് വരെ ചെറിയ തീയിലൊന്ന് കിടക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ വറുത്തത് ഇതിനകത്തിടാം. നെയ്യിലാണ് വറുത്തേക്കുന്നത്, അത് ഞാൻ ഇതിനകത്തിടാൻ പോവുക. ഇനി നമുക്ക് തീയങ്ങ് ഓഫാക്കാം. പിന്നെ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ പായസമൊക്കെ റെഡിയാക്കി ഞാൻ വിളമ്പി വെച്ചിട്ടുണ്ട്. ഇനി എല്ലാവരും കഴിക്കാൻ വരണം. അവരവരുടെ വീട്ടിലെല്ലാവരും ഇത് ഉണ്ടാക്കണം. എന്നിട്ട് ഞങ്ങളുടെ ചാനലിന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.